ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. ഇവിടെ കുവൈറ്റിലെ അന്തരീക്ഷങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ശാന്തമായ രൂപത്തിലാണ് കാണുന്നത്. അൽഹംദുലില്ലാഹ്. എന്തായാലും ഒരു വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒഴിവായി നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അപ്പോൾ കുറേ നാളെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ കുവൈറ്റിലെ നമ്മുടെ ഷർക്കിൻ്റെ ഭാഗത്ത്, അതുപോലെ ആ കുവൈറ്റ് ടവറിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. കുവൈറ്റ് ടവർ, അതുപോലെ ആ ബീച്ച് സൈഡൊക്കെ കാണാൻ മനോഹരമായ സ്ഥലങ്ങളാണ്. പിന്നെ അതുപോലെ കുവൈറ്റ് സിറ്റിയിലെ ഷർക്ക് ഭാഗത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ഇപ്പോൾ ചെയ്തിട്ട്. കാരണം ഇവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ എന്തെല്ലാം ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ സോൾവ് ആയിട്ടുണ്ട്. ഇന്നും 2-3 ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ആകപ്പാട് ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. അതിൽ നിന്നൊക്കെ ഇന്നൊക്കെ നല്ല വ്യത്യസ്തമായി നല്ല വെയിലും നല്ല തെളിഞ്ഞ ആകാശവും ഒക്കെ ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് പുറത്ത് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ കുവൈറ്റ് ടവറിൻ്റെ താഴത്ത് വന്നിരിക്കുക കേട്ടോ. കുവൈറ്റ് ടവർ ഒരുപാട് പേരിവിടെ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ യുദ്ധത്തിൻ്റെ അതൊന്നും ഇപ്പോൾ ഒന്നുമില്ല. ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. സാധാരണ ഇതിലൊക്കെ നമ്മൾ കാണുമ്പോൾ നിറച്ച് ഷിപ്പും ഈ മീൻ പിടിക്കുന്ന ബോട്ടുകളും ഒക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആകെ വിജനമായി കിടക്കുകയാണ്. ആ ഒരു പാലം കണ്ടോ, നമുക്ക് അങ്ങോട്ട് പോകട്ടോ. അവിടെ ആ എൻഡിൽ നിന്നിട്ട് ആൾക്കാർ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നത് കാണാം. നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ കടൽ ശാന്തമാട്ടാ. കടൽ ശാന്തമായി കിടക്കുന്ന കടലാണ്. അവിടെ ബോട്ട് ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട്. 2 ബോട്ട് അവിടെ ലാസ്റ്റ് പോകുന്ന കാണാം. ക്യാമറയിൽ കാണുന്നൊന്നും അറിയില്ല. അങ്ങ് ദൂരെ പോകുന്നുണ്ട് 2 ബോട്ട്. ഒരു പൂച്ച പമ്മി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അല്ല മീനെന്നെ കിട്ടുമെന്ന് അറിയാൻ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ നമ്മളിന്ന് കണ്ട പാലത്തിൻ്റെ മേലെയാണ് ഉള്ളത്. ഇത് ലാസ്റ്റ് ആളുകൾ അവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നത് കാണാം. ഇതാണ് സിറ്റി സാൽമിയ ഭാഗം. فاكر بتقول فاكر كنت عم تحمد عليه बाबा ने किसको नहीं दिया गाली, ये बोलो।
എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലോട്ടോ. വീഡിയോ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ആ ബ്രിഡ്ജിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. يوم حد في واحد والله صديق كبير ولد زين تذكروه طلع والله اسمع فيه يوم تقريبا شهرين شهر كين دالا പറയൂ എന്തെല്ലാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഒരു ഏരിയ, ഷെർക്കിൻ്റെ ഏരിയ. നമ്മൾ നേരത്തെ അവിടെ പോയി കണ്ടല്ലോ. അവിടുന്ന് നടന്ന് നമ്മൾ ഇവിടെ കുവൈറ്റ് ടവറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കുവൈറ്റ് ടവർ. അതിൻ്റെ ഫസ്റ്റ് ഡെക്ക് കംപ്ലീറ്റ് ഹോട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത്തെ ഡെക്ക് എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും അവിടത്തേക്ക് നമുക്ക് ടിക്കറ്റ് കയറാനായിട്ട് പറ്റും. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. പോയി നോക്കാം നമുക്ക് അല്ലേ. ഓക്കെ. ഇവിടെ കണ്ട ഒരു സ്റ്റേജ് പോലെ ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ അതിൻ്റെ മേലെ പോയിട്ട് നോക്കാം. ഇത് കുവൈറ്റ് ടവർ കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം വരെ പകുതി വരെ നമുക്ക് കയറാൻ പറ്റും. 2 ദിനാറ് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും. അത് അതിൻ്റെ മേലെ കാണുന്നത് ജലസംഭരണിയെന്ന് പറയുന്നത്. വെള്ളം ശേഖരിച്ച് വയ്ക്കുന്ന ഒരു ടാങ്കാണ് മേലെ കാണുന്നത്. ഇത് താഴത്ത് ഫ്രൈഡേസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണത്. ബീച്ചിൽ സൈഡിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ കുളിക്കുന്നുണ്ട്. മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഇതുപോലത്തെ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാ. ഇതേ അങ്ങോട്ട് പോയാൽ നമുക്ക് ലാസ്റ്റ് പോയ ഫിഷ് മാർക്കറ്റിലേക്ക് എത്താം. ഇത് ഇവിടുത്തെ ഒരു സൂക്കാണ്, മെയിൻ സൂക്ക്. ഇതിലെ ആ റൗണ്ട് അടിച്ച് ലാസ്റ്റിലേക്ക് പോയി നമുക്ക് ഫിഷ് മാർക്കറ്റിലേക്ക് എത്താം. ഞാൻ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇവിടുത്തെ ബ്രിഡ്ജ്. ഇത് ഈ കടലിൻ്റെ മേലെ കൂടെ പോകുന്ന പാലം എന്ന് പറഞ്ഞില്ലേ, ആ പാലം. ഇവിടുന്ന് ശരിക്കും കാണാം പാലം. ഇവിടെ ഉണ്ടാകും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കടലിലേക്ക് നീങ്ങിയിട്ട് കുറച്ച് ഉള്ള ഒരു പാലം ഉണ്ടാവും. നമ്മൾ ഇതിൽ കൂടെ പോയി ലാസ്റ്റ് അങ്ങോട്ട് കടന്നാൽ നമുക്ക് ഫിഷ് മാർക്കറ്റിലേക്ക് എത്താം. ഫിഷ് ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ഫിഷ് മാർക്കറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് കുവൈറ്റ് സിറ്റിയിലെ ഷർക്ക് ഫിഷ് മാർക്കറ്റ് ഈ കാണുന്നത് കേട്ടോ. അതിനുള്ളിൽ പോയി നോക്കാം. ഫിഷ് മാർക്കറ്റ് കേട്ടോ, കയറി നോക്കാം. വലിയ മാർക്കറ്റാട്ടോ, ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണത്.
എല്ലാ സൈസും മീനും ഇവിടെ കിട്ടുന്നുണ്ടോ. ഞണ്ട് ഇരിക്കുന്നുണ്ടോ, ഞണ്ട്. കൂന്തലാണ്, കൂന്തല്. മീൻ മേടിക്കാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ഇവിടെ നല്ല വില കുറവിന് കിട്ടും. അവിടെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടോ, അവിടെ ലേലം വിളി. ഈ സമയത്ത് ലേലത്തിൻ്റെ സമയമാണ്. മീനൊക്കെ ഒരു വലിയ ബക്കറ്റേൽ വന്ന് ഫുള്ള് കിട്ടുമല്ലോ. വലിയൊരു മീനെ കൊണ്ട് നോക്കി ബക്കറ്റായി വന്ന് ഫുള്ള് മീൻ ബക്കറ്റിൽ നിറച്ച് കിട്ടും നമുക്ക്. ഇവിടെ ലേലം വിളിയാണ് ഇപ്പോൾ കേട്ടോ. ലേലം വിളിയാണ്. അവിടെ നല്ല വിലക്കുറവിന് മീൻ അവിടെ നിന്ന് കിട്ടും. ഹോട്ടലിലേക്കൊക്കെ ഇവിടെ നിന്നാണ് വന്ന് ആളുകൾ വന്ന് മീൻ വാങ്ങിക്കുന്നുണ്ടോ. ഒരു തൊട്ട മീനാണ്. കൂന്തല് മീനിലിടാൻ വേണ്ടി ഐസ് വന്നിരിക്കുന്നത്. ഇവിടെ ഞണ്ട് കണ്ടോ, വലിയ ഞണ്ട്. ചെമ്മീനൊക്കെ നോക്കി എന്തുമാതിരി വലിയ ചെമ്മീൻ നോക്കി, വലിയ ചെമ്മീനാണ്. പേരൊന്നും അറിയില്ലല്ലോ. മസ്തല്
هذا مشكله صور مشكله انا تايم فضل مش عايز سي باص سلام سي غلط നമ്മുടെ നാട്ടിൽ പുതിയ അപ്പളപ്പുരാന്നൊക്കെ പറയില്ലേ മാന്തള് ഇതിലിവിടുന്ന് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ വെജിറ്റബിൾ മാർക്കറ്റ് കേട്ടോ. വെജിറ്റബിൾ മാർക്കറ്റാണ്. ഇവിടുത്തെ മാർക്കറ്റാണ് കേട്ടോ. ഫിഷ് മാർക്കറ്റോട് ചേർന്നിട്ടുള്ള മാർക്കറ്റ് അത്. كم 20 20 شنو؟ 20 لا 300 300 دينار എല്ലാ സൈസ് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ കാണാത്ത ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് മുന്തിരിയിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. തക്കാളിപ്പഴം എന്ന് പറഞ്ഞ ഗ്രീൻ ആപ്പിൾ, ചെറിയ ഓറഞ്ച്, അനാറ്, ഷമാം, ആപ്പിൾ തന്നെ പല വെറൈറ്റി ആപ്പിളുകളുണ്ട്. സ്ട്രോബെറി, മേലെ സ്ട്രോബെറി ഇരിക്കുന്നുണ്ട്. സബോള കിട്ടിയിട്ടുണ്ട്. ഉള്ളി, വലിയ തണ്ണിമത്തൻ, സലാഡിൽ ഉപയോഗിക്കുന്ന ഉള്ളിയാണത്. ഉള്ളിയുടെ ഇല, വലിയ ബീറ്റ്റൂട്ട്. ഇതൊക്കെ ഇവിടുത്തെ ഫാമിലുണ്ടാവുന്നതാണ് കേട്ടോ. വന്ന് കണ്ടില്ല, വഫ്രയിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ, അതൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്. വഫ്രയിൽ നിന്നും അതുപോലെ അബ്ദലി സൈഡിൽ നിന്നൊക്കെ വരുന്നതാണ്. കസ്, ബൗദിനീസ്, എല്ലാ സൈസ് ഇലകളും ഉണ്ട് ഇവിടെ. ഈ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു മാർക്കറ്റാണത്. നമ്മുടെ ഷോപ്പിൽ ഈത്തപ്പഴത്തിൻ്റെ ഷോപ്പുണ്ട്. ഈത്തപ്പഴം, നട്സുകൾ, സാമ്പിൾ, പല സൈസുള്ള ഈത്തപ്പഴമാണ്. പാത്രം നിറയെ ഈത്തപ്പഴം വെച്ചേക്കാം. ഈത്തപ്പഴത്തിൻ്റെ പല 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 ക്വാളിറ്റികളുണ്ട്. ചോറുണ്ട്, ഇലടക്കം. ഇവിടെ ഒരു ഷോപ്പിൽ നമ്മുടെ മീൻ പിടിക്കുന്ന ചൂണ്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ അത്. മീൻ പിടിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. എന്താണ് എന്നാച്ചോടെ? ആലപ്പുഴ. പേരെന്താ? നീതേന്ദ്ര. ഇവിടെ കുറേയാ? അതെ. പല സൈസിലുള്ള വീട് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചൂണ്ടല് ഇതിന് മാത്രമുള്ള ഷോപ്പാണത്.
ഓക്കെ. ഇതാണ് നമ്മൾ ഏരൻ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ മീനുകളൊക്കെ ഇട്ടിട്ടാണ് കോത്തിലാണ് വലിയ വലിയ മീനുകൾ പിടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയില്ല. ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഈ സീസണിലേക്ക് തന്നെ വന്നപ്പോൾ അവിടെ ഇങ്ങനെ ദൂരത്ത് വലിയൊരു ഷിപ്പ് പോകുന്നുണ്ട്, കണ്ടെയ്നറൊക്കെ കയറ്റിട്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ കുറേ ഷിപ്പുകളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഒരു ഷിപ്പിന് മാത്രമേ കാണുന്നുള്ളൂ അവിടെ. എന്താണ് ദൂരത്ത് ഒരു ഷിപ്പ് പോകുന്നുണ്ട്, കാണുന്നതൊന്നും അറിയില്ല അവർ. അതാണ് കടലിൻ്റെ മേലെ കൂടെ പാലം ഉണ്ടല്ലോ അവിടെ, ആ പാലമാണ് ലാസ്റ്റ് കാണുന്നത് കേട്ടോ. ആ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനാണ്. ആകാശമൊക്കെ നല്ല തെളിഞ്ഞ ആകാശമായി കാണുന്നു കേട്ടോ. ഇന്നലൊക്കെ ഇങ്ങനെ വരുന്നില്ല, ഇന്നലൊക്കെ കറുത്തിരുണ്ട് ആകപ്പാടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ഇപ്പൊക്കെ നല്ല ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഫറാനിലേക്ക് പോകാം. ഫറാനിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. പാലത്തിൻ്റെ ഭംഗി നോക്കി, എന്ത് മനോഹര പാലത്തിൻ്റെ ഭംഗി. എത്ര ദൂരം എന്ന് പറയാം പാലം. നേരെ കുവൈറ്റ് സിറ്റി കാണാൻ പറ്റും. കുവൈറ്റ് സിറ്റി അടിപൊളിയാണ്. കണ്ടെയ്നറുകൾ ഇട്ടാണോ, അതൊക്കെ ഫുള്ള് കണ്ടെയ്നറുകൾ.